ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാമിങ് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സൈക്കോളജിയിലും ബോധന രീതിയിലും വരുന്ന 50 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ അതിനുള്ള ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മാതാവ് കുട്ടികളുടെ നഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചതാര്? ഓപ്ഷൻ എ റൂസോ, ബി ഫ്രോബെൽ, ഓപ്ഷൻ സി മറിയ മോണ്ടിസോറി, ഓപ്ഷൻ ഡി പെസ്റ്റലോസി. ആൻസർ ഓപ്ഷൻ എ റൂസോ. അടുത്ത ക്വസ്റ്റ്യൻ: ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ റൂസോ, ബി ആൽഫ്രഡ് ബിനെ, സി ആൾപോർട്ട്, ഡി തൊണ്ടൈക്ക്. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആൽഫ്രഡ് ബിനെ. ഓപ്ഷൻ ബി ആൽഫ്രഡ് ബിനെ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നതിൽ കണ്ടെത്തലിലൂടെയുള്ള പഠനരീതി ഏതാണ്? ഓപ്ഷൻ എ പ്രയോഗശാല രീതി, ഓപ്ഷൻ ബി പ്രൊജക്റ്റ് രീതി, സി ഡാൽട്ടൺ പ്ലാൻ, ഡി ഗവേഷണ രീതി. ആൻസർ ഡി ഗവേഷണ രീതി. അടുത്ത ക്വസ്റ്റ്യൻ: നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിച്ചത് ആര്? നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിച്ചതാര്? ഓപ്ഷൻസ്: റൂസോ, ജോൺ ഡ്യൂയി, അരിസ്റ്റോട്ടിൽ, പെസ്റ്റലോസി. റൂസോ, ജോൺ ഡ്യൂയി, അരിസ്റ്റോട്ടിൽ, പെസ്റ്റലോസി. ആൻസർ എ റൂസോയാണ്. ആൻസർ എ റൂസോ. അടുത്ത ക്വസ്റ്റ്യൻ: നാം എപ്പോഴാണ് പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻ എ റൂസോ, ബി ജോൺ ഡ്യൂയി, സി മോണ്ടിസോറി, ഡി പിയാഷെ. ഉത്തരം ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി ആണ്. ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി. ആറാമത്തെ ക്വസ്റ്റ്യൻ: പഠനത്തിൽ ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങളുടെ പ്രാധാന്യവും ആവശ്യകതയും എന്താണ്? ഓപ്ഷൻസ്: എ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ബി കുട്ടികൾക്ക് നേരിട്ടുള്ള അനുഭവമുണ്ടാക്കാൻ സഹായിക്കുന്നു, സി ഒരേ സമയം ഒരുപാട് വിദ്യാർത്ഥികളെ പഠന പ്രക്രിയയിൽ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നു, ഡി ഇവയെല്ലാം. ഉത്തരം ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നതിൽ പ്രദർശന ബോർഡിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ്: എ അഭിപ്രേരണ ബോർഡുകൾ, ബി അഭിവൃദ്ധി ബോർഡുകൾ, സി ഉപസംഹാര ബോർഡുകൾ, ഡി ഫ്ലാനൽ ബോർഡ്. ആൻസർ ഓപ്ഷൻ ഡി ഫ്ലാനൽ ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു പ്രത്യേക വിഷയത്തിന് പ്രധാന ഉള്ളടക്കം പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ്? ഓപ്ഷൻസ്: എ ഐസോടൈപ്പ്, ബി ട്രീ ടൈപ്പ്, സി ഫ്ലോ ടൈപ്പ്, ഡി രൂപരേഖ. ആൻസർ ഓപ്ഷൻ ഡി രൂപരേഖ. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്നത് ഗ്രാഫിക് എയ്ഡുകളിൽ ഉൾപ്പെടുന്നത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഗ്രാഫിക് എയ്ഡുകളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ്: ഫോട്ടോഗ്രാഫുകൾ, ഫ്ലാഷ് കാർഡുകൾ, ചാർട്ടുകൾ, ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ: ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം? ഓപ്ഷൻസ്: എ ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഓപ്ഷൻ ബി
ലിസണിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. ഓപ്ഷൻ സി ലിസണിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്. ഓപ്ഷൻ ഡി ലിസണിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്. ആൻസർ ഓപ്ഷൻ എ ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, സമ്മാനവും ശിക്ഷയും ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ അഭ്യാസ നിയമം, ഓപ്ഷൻ ബി ഫലനിയമം, സി സന്നദ്ധത നിയമം, ഡി സംതൃപ്തി നിയമം. ആൻസർ ബി ഫലനിയമം. അടുത്ത ക്വസ്റ്റ്യൻ, GDO എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പുനഃക്രമീകരിച്ചു ഒരു ജീവിയുടെ നാമം ആക്കാമോ എന്ന ചോദ്യത്തിന് മിക്ക കുട്ടികളും ഉത്തരം കണ്ടെത്തി. ഈ ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവിനെയാണ് അളക്കുന്നത്? ഓപ്ഷൻസ് എ കുട്ടികളുടെ ജീവികളിലെ താൽപ്പര്യം, ബി കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ, സി കുട്ടിയുടെ കളിയിലെ താൽപ്പര്യം, ഡി കുട്ടികളുടെ പ്രവർത്തന താൽപ്പര്യം. ആൻസർ ഓപ്ഷൻ ബി കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ, മാതാപിതാക്കളുടെ സ്നേഹഭാജനമായി വളർന്നു വന്നിരുന്ന കുട്ടി ഒരു ഇളയ കുഞ്ഞ് ജനിക്കുമ്പോൾ അവലംബിക്കുന്ന സമായോജന തന്ത്രമാണ്? ഓപ്ഷൻസ് എ പ്രതിഗമനം, ബി ദമനം, സി ഉദാത്തീകരണം, ഡി വിനിവർത്തനം. ആൻസർ ഓപ്ഷൻ എ പ്രതിഗമനം. 15ാമത്തെ ക്വസ്റ്റ്യൻ, 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കൊരു പ്രോജക്റ്റ് നൽകിയതായി കരുതുക. അതിൽ അധ്യാപികയായ നിങ്ങളുടെ പങ്കെന്ത്? ഓപ്ഷൻസ് എ പടിപടിയായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകും, ബി കുട്ടികളെ ചെറു ഗ്രൂപ്പുകളായി വിഭജിച്ച് ആസൂത്രണത്തിലും നടത്തിപ്പിലും കൂട്ടുത്തരവാദിത്തം ഏൽപ്പിക്കുകയും പുരോഗതി നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യും, സി ആരംഭത്തിൽ ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കി നൽകുകയും പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ അത് വിലയിരുത്തുകയും ചെയ്യും, ഡി എല്ലാം കുട്ടികൾ തന്നെ ചെയ്യാൻ അനുവദിക്കുകയും പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യും. ആൻസർ ഓപ്ഷൻ ബി കുട്ടികളെ ചെറു ഗ്രൂപ്പുകളായി വിഭജിച്ച് ആസൂത്രണത്തിലും നടത്തിപ്പിലും കൂട്ടുത്തരവാദിത്തം ഏൽപ്പിക്കുകയും പുരോഗതി നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യും. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സ്കൂൾ തലത്തിൽ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ ഉപാധിയാണ്? ഓപ്ഷൻസ് എ വാചിക ശോധകം, ബി നിർവഹണ ശോധകം, സി മാനകീകൃത പരീക്ഷ, ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ, അറിവില്ലാത്തതിൽ നിന്നും തുടങ്ങി അറിയാവുന്നതിൽ പോയി നിൽക്കുന്ന രീതിയാണ്? ഓപ്ഷൻസ് എ അപഗ്രഥനം, ബി ഉദ്ഗ്രഥനം, സി നിഗമനം, ഡി ആഗമനം. ആൻസർ ഓപ്ഷൻ എ അപഗ്രഥനം. അടുത്ത ക്വസ്റ്റ്യൻ, പല പല ഉദാഹരണങ്ങളിൽ നിന്നും പൊതുതത്വങ്ങളിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ്? ഓപ്ഷൻസ് എ ഡോഗ്മാറ്റിക് രീതി, ബി ആഗമന രീതി, സി നിഗമന രീതി, ഡി നിരീക്ഷണ രീതി. ആൻസർ ഓപ്ഷൻ ബി ആഗമന രീതി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും രണ്ടായി തരംതിരിച്ച് വ്യക്തിത്വ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻസ് എ മക്ഡ്യൂഗൽ, ബി കർട്ട്ലെവിൻ, സി മാക്സ് വെർത്തീമർ, ഡി കാൾ യുങ്. ആൻസർ ഓപ്ഷൻ ഡി കാൾ യുങ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, പഠനത്തിൽ അനുബന്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻസ് എ സ്കിന്നർ, ബി പാവ്ലോവ്, സി ഗാഗ്നെ, ഡി തൊണ്ടേക്ക്.
ആൻസർ ഓപ്ഷൻ ബി പാവ്ലോവ്. അടുത്ത ക്വസ്റ്റ്യൻ, വില്യം വൂണ്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, ബി അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ പിതാവ്, സി പ്രൊജക്റ്റ് രീതി ആവിഷ്കരിച്ചു, ഡി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് ജന്മം നൽകി. ആൻസർ ഓപ്ഷൻ എ ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഡാൾട്ടൺ രീതി ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻസ് എ പെസ്റ്റലോസി, ബി ഹെലൻ പാർക്ഹെസ്റ്റ്, സി ഡാൾട്ടൺ, ഡി കിൽപാട്രിക്. ആൻസർ ഓപ്ഷൻ ബി ഹെലൻ പാർക്ഹെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്ന കൃതിയുടെ കർത്താവ്. ഓപ്ഷൻസ് എ പെസ്റ്റലോസി, ബി പൗലോ ഫ്രെയർ, സി റൂസോ, ഡി കൊമിനിയസ്. ആൻസർ ഓപ്ഷൻ ബി പൗലോ ഫ്രെയർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻസ് എ ജോൺ ലോക്ക്, ബി കൊമിനിയസ്, സി കിൽപാട്രിക്, ഡി പെസ്റ്റലോസി. ആൻസർ ഓപ്ഷൻ ബി കൊമിനിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാഗ്നയുടെ സംഭാവനയാണ്? ഓപ്ഷൻസ് എ ആവശ്യങ്ങളുടെ ശ്രേണി, ബി പഠനശ്രേണി, സി വികസന ശ്രേണി, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ആവശ്യങ്ങളുടെ ശ്രേണി. 26ാമത്തെ ക്വസ്റ്റ്യൻ, വ്യവഹാരവാദം എന്ന സംജ്ഞയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയ മനഃശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ് എ കട്കോഫ്ക, ബി ക്രോയൻക്രോ, സി കാന്റ്, ഡി വാട്സൺ. ആൻസർ ഓപ്ഷൻ ഡി വാട്സൺ. 27ാമത്തെ ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിച്ചതാര്? ഓപ്ഷൻസ് എ വില്യം ജെയിംസും വില്യം വൂണ്ടും, ഓപ്ഷൻ ബി അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും, ഓപ്ഷൻ സി സ്കിന്നർ, ഡി പീൽ. ആൻസർ ഓപ്ഷൻ എ വില്യം ജെയിംസും വില്യം വൂണ്ടും. 28ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് എന്ന് നിർവചിച്ചതാര്? ഓപ്ഷൻസ് എ സ്കിന്നർ, ബി പീൽ, സി അരിസ്റ്റോട്ടിൽ, ഡി ക്രോയൻക്രോ. ആൻസർ ഓപ്ഷൻ എ സ്കിന്നർ. 29ാമത്തെ ക്വസ്റ്റ്യൻ, ശിശുവിൻ്റെ ശരിയായ വികസനത്തിന് ആവശ്യം വേണ്ട മാർഗദർശനവും പ്രബോധനവും നൽകുന്ന പ്രക്രിയ. ഓപ്ഷൻസ് എ ബോധനം, ബി വിദ്യാഭ്യാസം, സി അഭിപ്രേരണ, ഡി വ്യവഹാരം. ആൻസർ ഓപ്ഷൻ ബി വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻസ് എ പീൽ, ഓപ്ഷൻ ബി സ്കിന്നർ, സി കട്കോഫ്ക, ഓപ്ഷൻ ഡി ക്രോയൻക്രോ. ആൻസർ ഓപ്ഷൻ എ പീൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള പഠനരേഖ. ഓപ്ഷൻസ് എ ഋജുരേഖാവക്രം, ബി ഉന്മധ്യവക്രം, സി നതമധ്യവക്രം, ഡി സമ്മിശ്രവക്രം. ആൻസർ
ഓപ്ഷൻ ഡി സമ്മിശ്ര വക്രം. 32ാമത്തെ ക്വസ്റ്റ്യൻ. വസ്തുക്കളെ മനസ്സുകൊണ്ട് വേർതിരിച്ച ശേഷം അവയെ ഒത്തിണക്കി ഏതുതരം പ്രശ്നങ്ങളെ സംബന്ധിച്ചും പുതിയ ഉൾക്കാഴ്ച നേടുന്ന രീതിയാണ്? ഓപ്ഷൻസ് എ ബ്രെയിൻ സ്റ്റോമിംഗ്, ബി പാർശ്വസ്ഥ ചിന്തനം, സി സൈനറ്റിക്സ്, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി സിനറ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് സർഗപരതയുടെ സ്വഭാവത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ് എ ജന്മസിദ്ധമായി മാത്രം ലഭിക്കുന്നതാണ്, ബി ആർജിച്ചെടുക്കാൻ മാത്രം കഴിയുന്നതാണ്, സി ജന്മസിദ്ധവും ആർജിതവുമാണ്, ഡി നൈമിഷിക പ്രകടനമാണ്. ആൻസർ ഓപ്ഷൻ സി ജന്മസിദ്ധവും ആർജിതവുമാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. ആന്തരിക അഭിപ്രേരണയുടെ മറ്റൊരു പേരെന്ത്? ഓപ്ഷൻസ് എ നൈസർഗിക അഭിപ്രേരണ, ബി ബാഹ്യാഭിപ്രേരണ, സി കൃത്രിമാഭിപ്രേരണ, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ നൈസർഗിക അഭിപ്രേരണ. 35ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളുടെ ബൗദ്ധികപരമായ സവിശേഷതകളിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് എ ദ്രുതഗതിയിലുള്ള ഭാഷാ വികസനം, ബി സാമാന്യവൽക്കരിക്കാനുള്ള കഴിവ്, സി കൂടുതൽ സമയം ശ്രദ്ധ ചെലുത്താനുള്ള കഴിവ്, ഡി ആശയങ്ങളെ അങ്ങേയറ്റം ലളിതവൽക്കരിക്കാനുള്ള പ്രവണത. ആൻസർ ഓപ്ഷൻ ഡി ആശയങ്ങളെ അങ്ങേയറ്റം ലളിതവൽക്കരിക്കാനുള്ള പ്രവണത. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി തനിക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിത്താഴ്ത്തുന്നതിന് പറയുന്ന പേര്? ഓപ്ഷൻസ് എ മറവി, ബി ദമനം, സി നിരസിക്കൽ, ഡി മറച്ചുവെക്കൽ. ആൻസർ ഓപ്ഷൻ ബി ദമനം. 37ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണയായ ബുദ്ധിയിൽ നിന്നും ഒരു വ്യക്തിയുടെ വ്യത്യസ്തവും ശക്തവുമായ കഴിവ് എന്ന് എന്തിനെയാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് എ അഭിരുചി, ബി പഠനത്തിലെ പ്രകടനം, സി ജനറൽ ഇൻ്റലിജൻസ്, ഡി പൊതുവായ കഴിവ്. ആൻസർ ഓപ്ഷൻ എ അഭിരുചി. 38ാമത്തെ ക്വസ്റ്റ്യൻ. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് സ്കീമ എന്ന ആശയം ആരുടേതാണ്? ഓപ്ഷൻസ് എ കർട്ട് ലെവിൻ, ബി ബ്രൂണർ, സി പിയാഷെ, ഡി വൈഗോട്സ്കി. ആൻസർ ഓപ്ഷൻ സി പിയാഷെ. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിൽ ആദ്യമായി മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ? ഓപ്ഷൻസ് എ വില്യം വൂണ്ട്, ബി ജെ ബി വാട്സൺ, സി സ്കിന്നർ, ഡി പൗലോവ്. ആൻസർ ഓപ്ഷൻ എ വില്യം വൂണ്ട്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻസ് എ സ്റ്റീഫൻ എം കോറി, ബി ആൽപോർട്ട്, സി സ്കിന്നർ, ഡി പിയാഷെ. ആൻസർ ഓപ്ഷൻ എ സ്റ്റീഫൻ എം കോറി. അടുത്ത ക്വസ്റ്റ്യൻ. മാനസികാപഗ്രഥന സിദ്ധാന്തത്തിൻ്റെ പിതാവാര്? ഓപ്ഷൻസ് എ സ്കിന്നർ,
ബി പാവ്ലോവ്, സി സിഗ്മണ്ട് ഫ്രോയിഡ്, ഡി ബ്രൂണർ. ആൻസർ ഓപ്ഷൻ സി സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്തുവെച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: എ പൗലോവ്, ബി സ്കിന്നർ, സി ബ്രൂണർ, ഡി പിയാഷെ. ആൻസർ ഓപ്ഷൻ ബി സ്കിന്നർ. അടുത്ത ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കാൾ റോജേഴ്സ്, ബി ബ്രൂണർ, സി എബ്രഹാം മാസ്ലോവ്, ഡി ഹൊവാർഡ് ഗാർഡ്നർ. ആൻസർ ഓപ്ഷൻ ഡി ഹൊവാർഡ് ഗാർഡ്നർ. 44ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ കണ്ടുപഠിക്കൽ, ബി ഉരുവിട്ടു പഠിക്കൽ, സി കേട്ടുപഠിക്കൽ, ഡി ചെയ്തു പഠിക്കൽ. ആൻസർ ഓപ്ഷൻ ബി ഉരുവിട്ടു പഠിക്കൽ. 45ാമത്തെ ക്വസ്റ്റ്യൻ. ആത്മപരിശോധനാ രീതി വികസിപ്പിച്ചെടുത്തത് ആര്? ഓപ്ഷൻസ്: എ സ്കിന്നർ, ബി പൗലോവ്, സി വില്യം ജെയിംസ്, ഡി വില്യം വൂണ്ട്. ആൻസർ ഓപ്ഷൻ ഡി വില്യം വൂണ്ട്. അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യൻ. സംഘബന്ധങ്ങളുടെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം. ഓപ്ഷൻസ്: എ ശൈശവം, ബി ആദ്യബാല്യം, സി പിൽക്കാല ബാല്യം, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി പിൽക്കാല ബാല്യം. അടുത്ത ക്വസ്റ്റ്യൻ. ചിന്താക്കുഴപ്പങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും അരക്ഷിതത്വ ബോധത്തിൻ്റെയും കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: എ ശൈശവം, ബി കൗമാരം, സി യൗവനം, ഡി വാർദ്ധക്യം. ആൻസർ ഓപ്ഷൻ ബി കൗമാരം. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ക്രമത്തിൽ. ഓപ്ഷൻസ്: എ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓപ്ഷൻ ബി ബിംബനഘട്ടം, പ്രവർത്തനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓപ്ഷൻ സി പ്രവർത്തനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ബിംബനഘട്ടം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കുട്ടികൾ ആദ്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ശാരീരിക നൈപുണി. ഓപ്ഷൻസ്: എ അക്ഷരങ്ങൾ ഓരോന്നായി എഴുതൽ, ബി ചിത്രങ്ങൾ വരയ്ക്കൽ, സി നേർരേഖയിൽ കത്രിക ഉപയോഗിക്കൽ, ഡി ഓരോ കാൽ വെച്ച് പടികൾ ഇറങ്ങൽ. ആൻസർ ഓപ്ഷൻ ഡി ഓരോ കാൽ വെച്ച് പടികൾ ഇറങ്ങൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ടോറൻസ് അഭിപ്രായപ്പെട്ട സർഗാത്മകതയുടെ 4 ഘടകങ്ങൾ. ഓപ്ഷൻസ്: എ ഒഴുക്ക്, ഭംഗി, രസം, വിപുലനം. ഓപ്ഷൻ ബി പുതുമ, വാചാലത, മൗലികത, വിപുലനം. സി ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. ഓപ്ഷൻ ഡി ഒഴുക്ക്, പുതുമ, വാചാലത, രസം. ആൻസർ ഓപ്ഷൻ സി ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുലനം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.